ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ എടപ്പള്ളി പള്ളിയിൽ കോഴീനെ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ലോഗാണ് കാണിക്കുന്നത്. ബാക്കി നമുക്ക് പോണ വഴിക്ക് കാണിച്ചു തരാം. എന്തുമാത്രം എനിക്ക് എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ സമയം 7:30 ആവാനായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണുള്ളൂ. ബ്ലോക്കൊക്കെ ഉണ്ടാവും. ബാക്കി നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോവാണ്. വിറക് മുതൽ പാത്രങ്ങൾ എല്ലാ സംഭവങ്ങളും വണ്ടിയിലുണ്ട്. നമ്മളപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതേപോലെ കോഴീനെ വെക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം 15-ാം തീയതി വരെ എങ്ങാണ്ട് ഉള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് 13-ാം തീയതിയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ പോകുമ്പോൾ ചങ്ങമ്പുഴ പാർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങി അങ്ങടേക്ക് നല്ല ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അത് പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ എപ്പോഴത്തെയും പോലെ ഈ പ്രാവശ്യം അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടേക്ക് നമ്മൾ കുറേ നേരം കിടക്കാറുണ്ട് ബ്ലോക്കായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ ബ്ലോക്കൊക്കെ മാറുന്നുണ്ടായിരുന്നു. പിന്നെ പള്ളിയുടെ അകത്ത് പാർക്കിങ്ങിനായിരുന്നു കുറച്ചധികം പ്രശ്നം ഉണ്ടായത്. പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ പാർക്കിങ്ങൊക്കെ കണ്ടുപിടിച്ചു. നമ്മൾ രൂപമുത്താനായിട്ട് വെയിറ്റ് ചെയ്തു, ക്യൂ നിൽക്കുവാണ്. രൂപമുത്തി നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നേരെ കോഴി വെക്കണ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. പിന്നെ രാത്രി ആകുമ്പോൾ രൂപമുത്താനും പള്ളിയിലും ഒക്കെ നല്ല തിരക്കുണ്ടാവും. ഞങ്ങൾ അതിന് മുന്നത്തെ ഒരു 2 ദിവസം മുന്നേ ഒരു ഉച്ച സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രൂപമുത്താനൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നില്ല. 8-ാം പെരുന്നാളിൻ്റെ ദിവസം അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു 3-3:30 എത്തിയിട്ടും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. രാത്രിയാകുമ്പോൾ കൂടുതൽ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം തിരക്ക് കൂടുതലാണ് പള്ളിയിൽ. അങ്ങനെ ഞങ്ങൾ പുണ്യാളിന് നേർച്ചയൊക്കെ ഇട്ടു, പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ കോഴി വെക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോകുവാണ്. എല്ലാ സാധനങ്ങളും ഞങ്ങൾ വണ്ടിയിൽ നിന്ന് എടുത്ത് ഗ്രൗണ്ട് അവിടെ ഓപ്പോസിറ്റ് തന്നെ, അവിടെ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു ഗ്രൗണ്ടാണ്. അവിടെ ഇങ്ങനെ ഫുള്ള് കോഴി വെക്കാൻ വേണ്ടി മാത്രമായിട്ട് സൗകര്യം ഒരുക്കിയേക്കുവാണ്. അപ്പം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. 8 മണി 8:15 ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. അപ്പം ഹസ്ബൻഡും വേറെ ഫ്രണ്ടും കൂടെ അടപ്പൊക്കെ കണ്ടുപിടിച്ച് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന അടപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവർ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വേഗം ചട്ടി വെക്കാൻ പറ്റി. അപ്പോൾ തീ ഓൾറെഡി കത്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കത്തിക്കേണ്ട പാടുണ്ടാവില്ല. ഏറ്റവും ആദ്യം ആരാണോ ഇവിടെ വന്ന് അടപ്പ് കത്തിക്കുന്നത് അവർക്ക് മാത്രമേ കത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നത്തെ എല്ലാവർക്കും നമ്മൾ ഓൾറെഡി കത്തി നിൽക്കുന്നത് മാറി മാറി കൊടുക്കുന്നത് കൊണ്ട് തന്നെ കത്തിക്കാൻ സുഖമായിരിക്കും. അങ്ങനെ നമ്മൾ കോഴീനെയും എല്ലാ സംഭവങ്ങളും വീട്ടിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. കുറേ പേര് ഇവിടെ വന്ന് കോഴീനൊക്കെ വെച്ച് അങ്ങനെ കറി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അവിടെ കഴുകാനും എല്ലാ സൗകര്യങ്ങളൊക്കെ പാടായതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്നാണ് എല്ലാം ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അടപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. ചിലവരൊക്കെ ആ സമയത്ത് കോഴീനെയൊക്കെ കഴുകി ശരിക്കും ജീവനോടുള്ള കോഴീനെ കൊണ്ടുവന്ന് അതിനെ കൊന്ന് പിന്നെ പൂടയൊക്കെ പറിച്ച് കഴുകി അങ്ങനെയൊക്കെ ചെയ്യണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സമയം എടുക്കും. നമ്മൾ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും എല്ലാം ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു സമയമാകുമ്പോഴാണ് പോകാറ്. പക്ഷേ ആ സമയത്തും അതുപോലെ കോഴീനെ അങ്ങനെ കൊണ്ടുവന്ന് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് സമയം എടുക്കും. പിന്നെ അടപ്പ് കിട്ടാനും അത് വൈകണനുസരിച്ച് അടപ്പ് കിട്ടാനും സമയമെടുക്കും. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം ബുധനാഴ്ചയായിരുന്നു. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളധികം ഉള്ളിലേക്ക് പോയില്ല. പിള്ളേരുകളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണൊക്കെ നന്നായിട്ട് ഇരിക്കും. ഉള്ളിലോട്ടാണെങ്കിൽ ചൂടും കൂടുതലായിരിക്കും, പുകയും കൂടുതലായതുകൊണ്ട് കണ്ണിരിയുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വാതിക്ക് തന്നെ ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ തന്നെയാണ് അടപ്പ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് കുറച്ചും കൂടെ സുഖമായിരുന്നു. കാരണം ചൂടും കുറവായിരുന്നു, പുക അടിക്കുന്നതും കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആവാൻ ആ സമയമായപ്പോഴേക്കും ഒരു മഴയും പെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ നാടൻ കോഴീനെയാണ് മേടിച്ച് കൊണ്ടുവന്നത്. പിന്നെ അതൊരു 2 വലിയ കോഴിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ 2 കോഴി എടുക്കാറുണ്ട്. അങ്ങനെ 2 വലിയ കോഴിയായിരുന്നു. വലിയ പീസുകളായിട്ടാണ്. അപ്പോൾ വേവാനും കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന പല ആൾക്കാരും പല രീതിയിൽ കോഴീനെ വെക്കണ കണ്ടിട്ടുണ്ട്. പല ചട്ടികളിലും പല രീതിയിൽ. കുറേ പേര് തേങ്ങാപ്പാലിട്ട്, കുറേ പേര് കോഴീനെ വറുത്ത് വെക്കുന്നു, കുറേ പേര് മസാലയൊക്കെ പുരട്ടി അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്ക് കോഴിയുടെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡോ ചപ്പാത്തിയോ അതൊക്കെ ഇവിടെ തന്നെ കിട്ടും. പിന്നെ പ്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ തന്നെ പല കടകളുണ്ട്, അവിടെയൊക്കെ കിട്ടും. ഈ പ്രാവശ്യം ഒരു വലിയ ഗ്രൗണ്ടായിരുന്നു. ഇപ്പുറത്തെ ഷീറ്റിൻ്റെ അടിയിലാണ് ഞങ്ങളിരുന്നത്. അല്ലാണ്ട് അപ്പുറത്ത്
ഷീറ്റ് ഇല്ലാത്ത സൈഡിലും ആൾക്കാർ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാമ്പിൻ്റെ ശല്യം മൂലവും പിന്നെ പലവിധ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പലരും ഇവിടെ കോഴി നേർച്ച ചെയ്യുന്നത്. പല പല നാട്ടിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. കുറേ ദൂരെ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. കുറേ ട്രാവലറൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ. പണ്ടൊന്നും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴായിട്ട് അങ്ങോട്ടേക്ക് നല്ല തിരക്കുണ്ട്. പല ആൾക്കാരും അറിഞ്ഞും കേട്ടൊക്കെ വരുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഈ സമയത്ത്. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേവ് ഉള്ളതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുവിധം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വാഴയിലേക്കിട്ട് മൂടി വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അപ്പുറത്തെ ചട്ടിയിൽ വേറെ രീതിയിൽ ഇങ്ങനെ സവാളയൊക്കെ വഴറ്റി വേറെ രീതിയിൽ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഓരോ അടുപ്പത്തും ഓരോ രീതിയിൽ ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. കുറച്ച് നാൾ മുമ്പ് 2-3 വർഷം മുന്നേ നമ്മൾ വന്നപ്പോൾ ഇതേപോലെ നമ്മുടെ തൊട്ടപ്പുറത്തെ അടുപ്പിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. അവരിരിക്കുന്ന ഒരു കോട്ടയംകാരായിരുന്നു വന്നേച്ചത്. അവരവരുടെ രീതിയിലുള്ള കറികൾ നമ്മളോട് പറഞ്ഞിരുന്നു. നമുക്ക് അവരുടെ കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ എല്ലാവരോടും വർത്താനമൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും അവരവരുടേതായ രീതിയിൽ തിരക്കുമായിരുന്നു. പിന്നെ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഓരോ അടുപ്പിൽ തീരാനാവുമ്പോഴേക്കും അടുത്ത ആൾക്കാരവിടെ വെയിറ്റിംഗ് ആവാനും തുടങ്ങി. അപ്പോൾ നമ്മുടെ ആ അടുപ്പ് തീരുന്നതിന് മുന്നേ തന്നെ ഓരോ ആൾക്കാർ ചോദിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പായൊക്കെ വിരിച്ച് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പിലാണ്. ആ കാണുന്ന അതാണ് കേട്ടോ അവിടുത്തെ ഗേറ്റ് കയറുമ്പോൾ തന്നെ ഉള്ളതായിരുന്നു നമ്മൾ എടുത്തേച്ചത്. അപ്പോൾ അവിടെ നിന്ന് അധികം ചൂടും ഉണ്ടായിരുന്നില്ല, നമുക്ക് പുകയും ഒരുപാട് കണ്ണിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഭർത്താവിനോട് ഇളക്കാൻ പറഞ്ഞപ്പോൾ ഇളക്കാനുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത്. തുറക്കാൻ പറ്റുന്നില്ല, കണ്ണിരിയാണ്. അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അമ്മ തന്നെ ഇളക്കേണ്ടി വന്നു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ടാണ് ഇവിടെ വരണമെങ്കിൽ പിള്ളേർക്കൊരു കുഞ്ഞ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണിലേക്ക് അധികം പുകയടിക്കുമ്പോൾ എരിയാതിരിക്കാൻ, കണ്ണിലേക്കൊക്കെ പോവാതിരിക്കാൻ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഇടുന്ന ഡ്രസ്സുകൾക്കൊക്കെ പുകമണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് വരിക. അങ്ങോട്ടേക്കൊക്കെ എല്ലാവരുടെയും കണ്ണിങ്ങനെ ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. കാരണം കണ്ണിരിഞ്ഞും എല്ലാവരുടെയും ചട്ടിയിൽ നിന്ന് പല രീതിയിൽ പുകയും വരുന്ന എല്ലാം കൂടെ ആയിരുന്നു. നമുക്ക് പിന്നെ അത്ര വലുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ചട്ടിയുടെ കറക്റ്റ് പുക നമുക്ക് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പുറത്തെ സൈഡിൽ അത്രയും ഉണ്ടായിരുന്നു. നമ്മളിരിക്കുന്ന സൈഡിലേക്ക് നന്നായിട്ട് പുക അടിക്കുന്നതുകൊണ്ട് നമ്മുടെ ചട്ടിയുടെ തന്നെ നന്നായിട്ട് കണ്ണിരിയുന്നുണ്ടായിരുന്നു. ആ സമയമായപ്പോഴേക്കും അവിടെ മഴയും പെയ്തു. കറക്റ്റ് എല്ലാവരും കൂടെ ഓടി ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കറി ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, നമ്മൾ വീട്ടിൽ വെക്കുന്നതിനേക്കാളും ഒരുപാട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ വന്ന് വെക്കുമ്പോൾ. അത് എല്ലാ പ്രാവശ്യവും അതെ കേട്ടോ, എല്ലാ പ്രാവശ്യവും അതെ. നമ്മളിവിടെ വന്ന് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. ഇനി അത് നാടൻ കോഴിയുടെ ആണോ അല്ലെങ്കിൽ പുണ്യാളുടെ അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൊക്കെ നന്നായിട്ട് എരിയാൻ തുടങ്ങി. വേർത്ത് കുളിച്ച് ആകെ അവശതയായി. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ ചട്ടിയിൽ നോക്കിയപ്പോൾ അവർ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് വെക്കുന്നതുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കഴിക്കാനായിട്ട് എല്ലാവരും പായലൊക്കെ ഇരുന്ന് റെഡിയാവാൻ തുടങ്ങി നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളതിൽ മുന്നേ വന്നവരൊക്കെ ചിലവരുണ്ട് കേട്ടോ, അവരുടെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് തീ നന്നായിട്ട് കത്തണമുണ്ടായിരുന്നു. നല്ല വിറകൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ കറി ഏകദേശം റെഡിയാവാനായ. പിന്നെ കുറച്ചും കൂടെ ആ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. വേവാൻ ടൈം എടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് തന്നെ വെന്തു കേട്ടോ. ചിലപ്പോൾ നല്ല തീ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ വെന്തു. പിന്നെ ഓൾറെഡി നമ്മളുടെ മുമ്പേ ഉണ്ടായ ആൾക്കാരുടെ വിറകാണെങ്കിലും നല്ലതായിരുന്നു. അവരുടെ തന്നെ തീ ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ആ വിറക് നല്ലതായതുകൊണ്ട് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സംഭവം റെഡിയായി. നമ്മൾ ബ്രെഡ് ഇവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ബ്രെഡും ചിക്കനും കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ കോഴിവെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ കൈ കഴുകാൻ വേണ്ടി പോയപ്പോൾ ആ സമയത്തും അവിടെ ഇതേപോലെ കോഴീനെ ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന ദൈവം അവരൊക്കെ ഇതൊക്കെ ചെയ്ത് കറി വെച്ച് തിന്ന് കഴിയുമ്പോഴേക്കും എപ്പാവാനാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോണ വഴിക്ക് കടകളിലൊക്കെ കയറി. പള്ളിയിൽ അപ്പോഴാണ് നമ്മൾ കടകളിൽ കയറി. നേരത്തെ നമ്മൾ രൂപമുത്തിയിട്ടാണല്ലോ പോയത്. അപ്പോൾ അങ്ങനെ തിരിച്ച് പോയപ്പോൾ നമ്മൾ കടയിലൊക്കെ കയറി കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം തന്നെ കൊച്ചിൻ്റെ അപ്പം തന്നെ പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സമയത്ത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 10:15 ആവാനായിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു. പള്ളിയിൽ നല്ല തിരക്കായിരുന്നു. നേർച്ചിടാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ ആ ഗ്രൗണ്ടിലോട്ടും കുറേ ആൾക്കാർ പോകണ്ടായിരുന്നു. പിന്നെ 10 മണി വരെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഗ്രൗണ്ടിലേക്ക് ചിക്കൻ വെക്കാനായിട്ട് കയറ്റുന്നത് 10 മണി വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോഴേക്കും അത്രയും ബ്ലോക്കില്ല, നേരത്തെ അത്രയും ബ്ലോക്കില്ല, എന്നാലും ബ്ലോക്ക് കുറവാണ് ആ സമയം ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.